ഓരോ വർഷം കഴിയുന്തോറും വിജയ ശതമാനത്തിൽ ഉണ്ടാവുന്ന ഈ കുറവ് ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ലാത്തതോട് തന്നെ ഈ ഒരു വർഷം ഈ ഒരു പാറ്റേണിൽ പഠിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്കിലേക്ക് പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിൾ വന്നു. ഇനി വെൽക്കം ബാക്ക് ടു റേസ് ഐഗൺ. യെസ്, അപ്പൊ ഇനി പബ്ലിക് എക്സാമിന് മോഡൽ എക്സാമിനും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. വ്യക്തമായിട്ട് അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അല്ലേ? എനിക്ക് തോന്നുന്നു പാസ്സാകാൻ വരെ വളരെ പ്രയാസമേറിയ രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യവും കംപ്ലീറ്റ് ആയിട്ട് കേട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക. അതുപോലെ പാറ്റേണിൽ ഉണ്ടാവുന്ന മാറ്റം എങ്ങനെയെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. റെഡി അല്ലേ? യെസ്. അപ്പോ ഇപ്പൊ പറയുന്നുണ്ട് സ്കൂൾ പരീക്ഷകൾ മാറുകയാണ്, A+ കടുക്കും, A+ പ്രളയം അവസാനിപ്പിക്കും. അപ്പോൾ ഒരു 30% ക്വസ്റ്റ്യൻസ് NCERT ബേസ്ഡ് ആയിരിക്കും. എല്ലാവർക്കും അങ്ങനെ ഈസി ആയിട്ട് PYQ മാത്രം പഠിച്ചാൽ കിട്ടുന്ന ടൈപ്പിലല്ലായിരിക്കും. അങ്ങനെ ഒരുപാട് വാർത്തകൾ. ഗവൺമെന്റ് ഒരിക്കലും നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കാനോ അല്ല ശ്രമിക്കുന്നത്, പക്ഷേ സ്റ്റാൻഡേർഡ് കൂട്ടാൻ ശ്രമിക്കുന്നത്. അത് ശരിക്കും നിങ്ങൾക്ക് ഉപകാരം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എൻട്രൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്ന സമയത്ത് NCERT ബേസ് ചെയ്ത ഈ ഒരു പഠന രീതിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സഹായകമാകുന്നത്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങളെ പഠന നിലവാരം കൂട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഗവൺമെന്റ് ഉള്ളത് അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം അല്ലെ? അതായത് CBSE ലെവലിലേക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിരിക്കുന്നു എന്നാണ്. ആദ്യമായിട്ടാണ് അവർക്ക് അസേർഷൻ റീസൺ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. 10th ഈ ഒരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് CBSEക്ക് ആയിരുന്നു സാധാരണ അസേർഷൻ റീസൺ ഒക്കെ ചോദിക്കുക. ആ ഒരു പാറ്റേൺ സ്റ്റേറ്റ് ബോർഡിലേക്ക് മാറിയിരിക്കുകയാണ് അല്ലെ? അതായത് മുഴുവൻ ക്വസ്റ്റ്യൻ അങ്ങനെ ആക്കി എന്നല്ല പറയുന്നത്, എന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ? കോൺസെപ്റ്റ് അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാൻ സാധിക്കും. പക്ഷെ സ്ഥിരം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പ്രതീക്ഷിക്കാതിരിക്കുക. യെസ്, അടുത്തൊരു ചോദ്യം കഴിഞ്ഞ 7 വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു എന്ന് നമ്മൾ പറഞ്ഞൊരു ചോദ്യമാണ്. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വിച്ച് എമംഗ് ഓക്സിജൻ ആൻഡ് സൾഫർ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതായത് ഞങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പറയുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു ഡിസ്കസ് ചെയ്യുക എന്ന് വെച്ചാൽ അവർ കമ്പയർ ചെയ്യുന്നത് ക്ലോറിന്റെയും ഫ്ലൂറിന്റെയും ആയിരുന്നു. സ്ഥിരമായിട്ട് കമ്പയർ ചെയ്യുന്നത് ക്ലോറിന്റെയും ഫ്ലൂറിന്റെയും ആയിരുന്നു. കഴിഞ്ഞ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിൽ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് ക്ലോറിനും ഫ്ലൂറിനുമാണ്. അതായത് ഇത് പഠിക്കാതെ പോകരുത് എന്ന് സ്ഥിരമായിട്ട് ഞങ്ങൾ പറയുമായിരുന്നു. പക്ഷേ അതിൽ മാറ്റമൊന്നുമില്ല, ഇത് പഠിക്കാതെ പോകരുത് എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ എക്സാമ്പിൾ ആണ് മാറിയത്. ക്ലോറിനും ഫ്ലൂറിനും പകരം അവർ തന്നത് ക്ലോറിനും ഫ്ലൂറിനും പകരം ഓക്സിജനും സൾഫറും തന്നു. മക്കളെ സെയിം റീസൺ ആണ്. എക്സാമ്പിൾ NCERT ണ്ട്. അപ്പൊ NCERT വായിച്ച കുട്ടിക്ക് എക്സാമ്പിൾ ഒന്ന് മാറ്റിയിട്ടേ ഉള്ളൂ. എക്സാമ്പിൾ ഒന്ന് മാറ്റി അത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തവണ NCERT കണ്ണോടിച്ച ഒരു കുട്ടിയാണെങ്കിൽ അവൻ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ആൻസർ സെയിം ആണ്. PYQ മാത്രം നോക്കിപ്പോയ കുട്ടിക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് വരും, കൺഫ്യൂഷൻ വരും. ബാക്കി ക്ലിയർ ആണ് അല്ലെ? NCERT പഠിച്ച കുട്ടിക്ക് ക്ലിയർ ആണ്. അതായത് അവസാന നിമിഷത്തിലുള്ള പഠനം നിങ്ങളെ അപകടത്തിലേക്ക് എത്തിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അവസാന നിമിഷം പഠിച്ചാൽ പോരാ, ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാം എന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിച്ചു കേട്ടോ. ഇത് NCERT ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ് എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇത് NCERT കൊടുത്തിരിക്കുന്ന അതേ ചോദ്യം, ഇതേ ചോദ്യം എവിടെ വന്നിരിക്കുകയാണ്? എക്സാമിന് വന്നിരിക്കുകയാണ്. ഇതാ ഈ ക്വസ്റ്റ്യൻ അതേപോലെ എവിടെ ഉണ്ടായിരുന്നു? NCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലം ആയിട്ട് വിത്ത് സൊല്യൂഷൻ അവർ ചെയ്തിട്ടിരുന്ന ചോദ്യം. സോൾവ്ഡ് ആണ്, ക്വസ്റ്റ്യൻ സോൾവ്ഡ് ആണ്. നിങ്ങളായിട്ട് സ്ട്രെയിൻ ചെയ്ത് പഠിക്കുകയും വേണ്ട, കാരണം കംപ്ലീറ്റ് സോൾവ്ഡ് ആണ്. റെഡി അതെ. +2 നോക്കുകയാണെങ്കിൽ ന്യൂമറിക്കൽസിന്റെ ഒക്കെ കേസിൽ സൊല്യൂഷനിൽ നിന്നൊക്കെ ചോദിച്ച ന്യൂമറിക്കൽസ് നമ്പർ പോലും മാറിയിട്ടില്ല. അപ്പൊ NCERT അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങളോട് പറയാണ്. ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ. കാരണം സാധാരണ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാണാൻ, മീഥൈന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാണാൻ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. പക്ഷേ അവർ ചോദിച്ചത് മെത്തനോൾ ആണ്. പക്ഷെ അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ എൻഡിലുള്ള ക്വസ്റ്റ്യൻസിൽ മെത്തനോളിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നന്നായി പഠിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. പിള്ളേർ പറഞ്ഞു ഭയങ്കര ടഫാണ്, ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് NCERT ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് അല്ലെ? അതെ. അപ്പൊ PYQ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 60-70% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. പക്ഷെ ഫുൾ മാർക്കിന് അത് പോരാ. ഫുൾ മാർക്ക് ലക്ഷ്യം വെക്കുന്നവർ, A+ ലക്ഷ്യം വെക്കുന്നവർ തീർച്ചയായിട്ടും ഇത് പഠിക്കണം. ഇനി എന്തുകൊണ്ട് +1 എക്സാം ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ +2കാരുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? മക്കളെ ഈ ടൈം ടേബിൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒരു രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവരുത്. ഒരിക്കലും അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ഇപ്പൊ നിങ്ങളുടെ സീനിയേഴ്സിനെ നോക്കുകയാണെങ്കിൽ മാർച്ച് 3 അവരുടെ +2 എക്സാം ആരംഭിക്കും. 3, 5 ഈ 2 ദിവസവും +2 എക്സാം ഉണ്ട്. 6-ാം തീയതി അവർക്ക് ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. 7-ാം തീയതി വീണ്ടും +2 എക്സാം. 10-ാം തീയതി കെമിസ്ട്രിയുടെ എക്സാം. 11-ാം
തീയതി ഇംപ്രൂവ്മെന്റിന്റെ എക്സാം, അതായത് ഒരു ദിവസം പോലും ഗ്യാപ്പില്ല. അതായത് ഒരു വർഷം കൊണ്ട് നിങ്ങൾ പഠിച്ചത് 1-2 ദിവസം കൊണ്ട് പഠിച്ച് എഴുതണം എന്നാണ് ഈ ടൈം ടേബിൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എഴുതുന്ന അതേ എക്സാം ആണ് അവരുടെ ഇംപ്രൂവ്മെന്റ് എക്സാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു വർഷം കൊണ്ട് സാധിക്കാത്തതാണ് ഇനി +2 പഠിച്ച് പ്രാക്ടിക്കലും ലാബ് എക്സാമും ഒക്കെ അതിന്റെ ഒപ്പം പഠിച്ചെടുക്കേണ്ടത് +1 നിങ്ങൾ എഴുതുന്ന അതേ എക്സാം. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടോ? ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കും, എക്സാം നടക്കും, പക്ഷേ മാർക്ക് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൊട്ടൻഷ്യൽ ആദ്യമേ ഒക്കെ പഠിച്ചു തുടങ്ങണം. ആ റിസ്ക് നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ പഠിക്കാം. അപ്പൊ ഇംപ്രൂവ്മെന്റ് എക്സാം അങ്ങനെ നേരത്തെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു സമയം മക്കൾ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചാപ്റ്റർ പഠിക്കാൻ 10 ദിവസം മതി, 10 ദിവസത്തിൽ കൂടുതൽ വേണ്ട. കറക്റ്റ് ആയിട്ട് ഒന്ന് അറിഞ്ഞു പഠിച്ചാൽ 10 ദിവസം കൊണ്ട് ചാപ്റ്റർ തീരും. സ്റ്റഡി സ്ട്രാറ്റജിയും പ്ലാൻസും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ പതിവ് രീതി പിന്തുടർന്നാൽ തീർച്ചയായും എക്സാം ടഫ് ആയിരിക്കും. എന്നാൽ അത് നമ്മുടെ +2 വിജയ ശതമാനം തന്നെ അതാണ് പറയുന്നത് അല്ലേ? ഓരോ വർഷവും എന്താണ് സംഭവിക്കുന്നത്? 2022 87%, 87.94, ദാറ്റ് മീൻസ് 88% ആയിരുന്നെങ്കിൽ 2023 മാറിയപ്പോൾ അത് 82.95% കുറഞ്ഞിരിക്കുന്നു. വീണ്ടും അത് 2024 വന്നപ്പം 78.69 കുറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ് ഓരോ വർഷവും വിജയ ശതമാനത്തിലാത്തി കുറഞ്ഞു വരികയാണ് അല്ലേ? ഓരോ വർഷവും വിജയ ശതമാനം കുറഞ്ഞു വരികയാണ്. പക്ഷെ ഈ വർഷവും പാറ്റേൺ മാറ്റവും ഒക്കെ നിങ്ങളെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഏതാണോ 87 2022 അതിലേക്കാണ് നിങ്ങൾ മടങ്ങി വരേണ്ടത്. അത്ര നന്നായി പഠിക്കുക, ഈസി ആയിട്ട് വിജയിക്കാൻ സാധിക്കും. ഒന്ന് എനർജി ആയിട്ട് പഠിച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഇത് ക്രാക്ക് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. റെഡി അല്ലേ? അപ്പൊ ബൈ.